കുട്ടീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓണപരീക്ഷയുടെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ മക്കളെല്ലാവരും? നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാട്ടോ ഇന്ന് അരുമ മിസ് വന്നിരിക്കുന്നത്. എന്താണ് വീഡിയോ എന്ന് അറിയണ്ടേ? നമ്മുടെ കുട്ടിപ്പുര എന്നുള്ള അധ്യായത്തില് സാവിത്രി കുട്ടിയുടെ കഥ നിങ്ങൾ പഠിച്ചതാണല്ലോ. സാവിത്രി കുട്ടിക്കല്ലേ ഒരു കുട്ടിപ്പുര ഉണ്ടാവണം എന്നായിരുന്നു ആഗ്രഹം. ആ കുട്ടിപ്പുരയിൽ അവൾ ഒരുപാട് മുറികൾ വേണമെന്ന് ആഗ്രഹിച്ചല്ലേ. ആ മുറികളൊക്കെ ഏതൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവൾക്ക് ഏതൊക്കെ മുറികളായിരുന്നു വേണ്ടത്? അവൾക്ക് കിടപ്പുമുറി വേണമായിരുന്നു, അവൾക്ക് വരാന്ത വേണമായിരുന്നു അല്ലെ, അവൾക്ക് അടുക്കളയും ഒക്കെ വേണമായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതാനൊന്ന് പഠിച്ചാലോ? എന്തൊക്കെയാ നമ്മൾ ഇന്ന് എഴുതാൻ വേണ്ടി പോകുന്നതെന്ന് അറിയാവോ? നമ്മള് മുറികളെ കുറിച്ച് എഴുതാൻ വേണ്ടി പോവാണ് അല്ലെ. വീട്ടിൽ ഒരുപാട് തരത്തിലുള്ള മുറി ഉണ്ടാവുമല്ലോ. ഈ ചിത്രത്തിൽ കാണുന്ന മുറി നിങ്ങൾക്ക് എന്തായിട്ടാ തോന്നുന്നത്? ഈ മുറി എന്താണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്. ഏതാണ് ഈ മുറി? യെസ്, ഏതാണ്? കിടപ്പ് മുറിയാണല്ലേ, ബെഡ്റൂം ആണ്. അപ്പൊ നമ്മൾ എന്തിനാ ഈ കിടപ്പ് മുറി എഴുതുന്നത്? കിടപ്പ് മുറിയെ കുറിച്ച് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? കിടപ്പ് മുറി അല്ലേ, ടീച്ചർ കിടപ്പ് മുറി എന്ന് എഴുതുന്നുണ്ട്. കിടപ്പ് മുറിയിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യാ അല്ലെ? നമ്മൾ ഉറങ്ങുകയാണല്ലേ ചെയ്യാ. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് എഴുതാലോ. കിടപ്പ് മുറി അല്ലെ, കിടപ്പ് മുറിയെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം? നമ്മൾ ഉറങ്ങാനായി ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലേ? അപ്പൊ നിങ്ങൾ മെല്ലെ ടീച്ചറുടെ കൂടെ ഒന്ന് എഴുതി നോക്കിക്കേ. നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്നു. നിങ്ങൾ എല്ലാരും വീട്ടിലല്ലേ കിടപ്പ് മുറിയിലല്ലേ കിടന്നുറങ്ങാറ്? ബെഡ്റൂമിലല്ലേ ഉറങ്ങാറ്? യെസ്, അവിടെ എന്തുണ്ട്? കട്ടിലുണ്ട് അല്ലെ. കിടപ്പ് മുറിയിൽ കട്ടിലുണ്ട്. കിടപ്പ് മുറിയിൽ കട്ടിലുണ്ട്. യെസ്, 2 പോയിന്റുകൾ നമ്മൾ എഴുതിയല്ലേ. എത്ര അടിപൊളിയായിട്ട് നമ്മൾ എഴുതിയല്ലേ. ഇനി നമുക്ക് അടുത്ത മുറി നോക്കാവേ. ഈ മുറി ഏതാണ്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ്, ഏതാണ് ഈ മുറി? യെസ്, ഇതാണ് അടുക്കള. അടുക്കള നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അടുക്കള നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ടീച്ചറുടെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാവേ, ഭക്ഷണം. ഭക്ഷണം പാകം ചെയ്യാൻ. എല്ലാരും ടീച്ചറുടെ കൂടെ എഴുത്. പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു അല്ലെ. അടുക്കളയിൽ വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ നമ്മൾ ചെയ്യാറല്ലേ. അപ്പൊ നമുക്ക് ആ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയാണ് ഉപയോഗിക്കാറ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? പാത്രങ്ങൾ അടുക്കളയിൽ ഉണ്ടെന്ന് എഴുതാം അല്ലെ. വാഷ് ബേസിൻ ഉണ്ടെന്ന് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയുന്നത് അതൊക്കെ എഴുതാം കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു പ്രവർത്തനം സ്വന്തമായിട്ട് ചെയ്യാൻ ഒന്ന് ശ്രമിക്കില്ലേ? ഇപ്പൊ ടീച്ചർ എഴുതിയതുപോലെ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രവർത്തനം എല്ലാവരും മറക്കാതെ ചെയ്തിട്ട് ടീച്ചറോട് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.